നമ്മളിപ്പോൾ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് തോന്നുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ വീട് പണി ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, അപ്പൊ നമ്മൾ ഇതൊക്കെ മുന്നിൽ കണ്ട് 2 വർഷമൊക്കെ മുൻപേ പണം പിൻവലിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ചില സമയങ്ങളിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം 2 വർഷം മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ഇനി അടുത്ത 1-2 വർഷം ചിലപ്പോൾ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ ഒരു റാലി തരും. മേ ബി ഒരു 2 അങ്ങനെയാണ് ഇതുവരെ നമ്മൾ കാണാറുള്ളത്. 2014 ടു മേ ബി 10 to 14 സൈഡ് വേസ് ആയിരുന്നു, പിന്നെ ഒരു റാലി തന്നു. പിന്നെ 2018 to 20 വലിയൊരു സൈഡ് വേസ് ആയിരുന്നു, അതിനുശേഷം 22 വരെ വലിയ റാലി തന്നു. 22 സൈഡ് വേസ് ആയിരുന്നു, അതിനുശേഷം 24 വരെ റാലി തന്നു. ഇപ്പൊ സൈഡ് വേസിൽ പോകുന്നു. മേ ബി 27, 28, 29 വലിയൊരു ബുൾ റൺ ആയിരിക്കും. ആ സമയത്ത് ഇപ്പൊ 2030 അല്ലെങ്കിൽ അത് ഒരു 1-2 വർഷം ഗ്യാപ്പിൽ നമുക്കൊരു ബുൾ റൺ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അതിനെ നമ്മൾ ബുക്ക് ചെയ്ത് സേഫ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടിലോട്ടോ അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടിലോട്ടോ ഒക്കെ മാറ്റുന്നതായിരിക്കും നല്ലത്. US വിപണിയിൽ നിക്ഷേപിക്കുന്ന ചില ഫണ്ടുകൾക്ക് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നല്ല തീരുമാനമാണോ, ഉചിതമായി? ഇപ്പൊ US ഫണ്ടുകളൊക്കെ ആക്ച്വലി ഓൾ ടൈം ഹൈയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിക്ഷേപിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ്, നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 5% ഒക്കെ ഗ്ലോബൽ മാർക്കറ്റിൽ എക്സ്പോഷർ കൊടുക്കുന്നതിൽ തെറ്റില്ല.